ലോറിയിൽ നിന്ന് കരിങ്കൽ തെറിച്ചു വീണ വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് സംഘർഷം. തുറമുഖം ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസുകാരും പോലീസും ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. അതിനിടെ ഡ്രൈവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തണമെന്ന ആവശ്യം പോലീസ് അംഗീകരിച്ചില്ല. അമിത ലോഡ് കയറ്റിയെന്ന കാരണവും എഫ്ഐആറിലില്ല. ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെന്നാണ് ആരോപണം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. വഴിയെ പോയ ഒരു മരണം തേടിയെത്തുന്ന അവസ്ഥ. യുവാവിൻ്റെ മരണം സംഭവിക്കുന്നു. ഇത് നിരന്തരം ആ വഴിയിലൂടെ ഇത്രയും വണ്ടികൾ പോകുന്നതാണല്ലോ. അപ്പോൾ ആളുകളുടെ നാട്ടുകാരുടെയൊക്കെ ഒരു ആശങ്ക വല്ലാതെ വർദ്ധിപ്പിക്കുന്ന സംഭവം കൂടിയാണ് ഈ സംഘർഷം. ഇപ്പോൾ എന്തായി അവസ്ഥ? പോലീസ് എന്ത് പറയുന്നു ഇതിൽ? ദിവിഷ്, ഈ സ്ഥലത്ത് പ്രത്യേകിച്ചും ഇടതടവില്ലാതെ ഇത്തരത്തിൽ വലിയ വാഹനങ്ങളിൽ ഇങ്ങനെ പാറ കയറ്റി പോകുന്നത് പതിവാണ്. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നും അറിയാതെ ആ വഴി പഠിക്കാൻ വേണ്ടി പോയ വിദ്യാർത്ഥിയായ BDS വിദ്യാർത്ഥിയായ അനന്തുവിനാണ് ഈ ദാരുണമായ മരണം സംഭവിച്ചത്. അതിനെ തുടർന്ന് വലിയ തോതിലുള്ളൊരു പ്രതിഷേധം വിവിധ ഭാഗങ്ങളിൽ ഉയരുന്നുണ്ട്. അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രതിഷേധം വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നിരുന്നു. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഈ കാണുന്ന ഗേറ്റ് ചാടിക്കടന്ന് പ്രവർത്തകർ അകത്തേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ 1-2 പ്രവർത്തകർ ഈ കാണുന്ന താഴെ വശത്തുകൂടെ നുഴഞ്ഞു കയറി അകത്തേക്ക് പോയി. അത് പോലീസുമായി പിന്നീട് വലിയ സംഘർഷത്തിലേക്ക്, വാക്കേറ്റത്തിലേക്കൊക്കെ കലാശിച്ചു. ഇപ്പോൾ ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ അപകടമുണ്ടായി, ഇത്തരത്തിൽ പോലീസ് ഈ മരിച്ച അനന്തുവിൻ്റെ മൊഴിയടക്കം എടുത്ത് ഈ കേസ് FIR ഇട്ടിട്ടും ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് എന്നുള്ളതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന ആക്ഷേപം. പ്രത്യേകിച്ചും നരഹത്യാ കുറ്റം അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കേണ്ട ഒരു കേസ് തന്നെയായിരുന്നു ഇത്. പക്ഷേ അത്തരത്തിലുള്ള വകുപ്പുകളൊന്നും തന്നെ ഈ കേസിൽ ചുമത്തിയിട്ടില്ല. ഇപ്പോൾ വാഹനവും ഡ്രൈവറും കസ്റ്റഡിയിലുണ്ടെങ്കിൽ പോലും വാഹനത്തിൻ്റെ ഉടമയ്ക്കെതിരായി നടപടിയെടുക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അല്പം മുമ്പ് വിഴിഞ്ഞം പോർട്ടിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വാഹനവും ഡ്രൈവറും വിഴിഞ്ഞം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അതോടൊപ്പം അനന്തുവിൻ്റെ മൃതദേഹം ഇവിടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് വീട്ടുകാർക്ക് മൃതദേഹം വിട്ടുകൊടുക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്.